നമസ്കാരം. ഉപ്പ് ഉപയോഗിച്ച് ബാത്റൂമിലെ ബക്കറ്റും മഗ്ഗും എങ്ങനെ ക്ലീൻ ചെയ്യാം, കൂടാതെ ഉപ്പ് ഉപയോഗിച്ച് ബാത്റൂം ക്ലീനിങ് ലിക്വിഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്നതായിരിക്കും. ഞാൻ ഉപയോഗിച്ച് 100% റിസൾട്ടും കിട്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ബാത്റൂം കഴുകാനുള്ള ക്ലീനർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ടിപ്പ്. പല ടൈപ്പിലുള്ള ക്ലീനറും നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ക്ലീനർ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനായി ഒരു പാത്രം ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം സ്വല്പം വിനീഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം 2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഹാൻഡ് വാഷാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ബാത്റൂമിന് നല്ല സ്മെല്ല് കിട്ടുവാൻ വേണ്ടി ഇതിലേക്ക് സ്വല്പം കംഫർട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 1 അടപ്പ് കംഫർട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. സാധാരണ ബാത്റൂമിൽ സ്മെല്ല് കിട്ടുവാൻ എയർ ഫ്രഷറാണ് വെക്കാറുള്ളത്. ഈ ലിക്വിഡ് ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യം ഇല്ല. ഇനി ഇതിലേക്ക് സ്വല്പം സബീന പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. സർഫ് ഇട്ട് കൊടുത്താലും മതി. അതിനുശേഷം ഇത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ഇനി 2 തുള്ളി പുൽത്തൈലം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതും നല്ല സ്മെൽ കിട്ടുവാൻ വേണ്ടിയാണ്. ഇനി ഇതിനെ ഒരു ബോട്ടിലിലാക്കി സൂക്ഷിച്ചു വയ്ക്കുക. ഏകദേശം ഒരാഴ്ചയോളം ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഉപയോഗിച്ച് വാഷ് ബേസിൻ കഴുകിയപ്പോൾ നല്ല നീറ്റായിട്ടുണ്ട്. ഇനി ഉപ്പ് ഉപയോഗിച്ച് ബാത്റൂമിൽ അഴുക്ക് പിടിച്ച ബക്കറ്റും മഗ്ഗും എങ്ങനെ കഴുകിയെടുക്കാം എന്ന് നോക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് 2-3 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സ്വല്പം വിനീഗർ ഒഴിച്ചു കൊടുക്കുക. വിനീഗർ ഒഴിച്ചു കൊടുക്കണം എന്ന് നിർബന്ധമില്ല. ഉപ്പ് മാത്രം ആയാലും മതി. ഇനി നമുക്ക് ഈ സൊല്യൂഷൻ ഈ കപ്പിൽ ഇങ്ങനെ തേച്ചു പിടിപ്പിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് കഴുകിക്കളയുക. ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് കഴുകാൻ സ്ക്രബ്ബർ ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല. ഇപ്പോൾ നമ്മുടെ കപ്പ് നല്ലവണ്ണം നീറ്റായിട്ടുണ്ട്. പുത്തൻ കപ്പ് പോലെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബക്കറ്റും ഉപ്പ് ഉപയോഗിച്ച് കഴുകിയതാണ്. ഇനി ക്ലോസറ്റിൽ എത്ര കറ പിടിച്ചു കഴിഞ്ഞാലും നമുക്ക് അതിലേക്ക് ബ്ലീച്ചിൻ്റെ ലിക്വിഡ് സ്വല്പം ഒഴിച്ചു കൊടുത്ത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം സ്വല്പം ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുത്ത് ക്ലീൻ ചെയ്യുക. ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ബ്ലീച്ചിൻ്റെ ലിക്വിഡ് മാത്രം ഒഴിച്ചു കൊടുത്താലും നല്ല ക്ലീൻ ആയിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.